ഈ ഓട്ടിസം എന്ന് പറയുന്നതും ഈ ADHD എന്നൊക്കെ പറയുന്നതും സെയിം ആണോ? കാരണം ഇപ്പോൾ ഈ പല ആൾക്കാരും എനിക്ക് ADHD ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടായിരുന്നു. എന്താണ് ADHD? ഈസ് ഇറ്റ് സിമിലർ ടു ഓട്ടിസം? ഈ ഇടയ്ക്ക് നമുക്ക് ഇപ്പോൾ 2 പേരാണ്, നമ്മുടെ 2 സെലിബ്രിറ്റീസ് ഇടയ്ക്ക് പബ്ലിക്കലി വന്ന് പറഞ്ഞു. അതെ, ഒന്ന് നമ്മുടെ സിംഗർ ജോത്സ്ന, പുള്ളിക്കാരി പറഞ്ഞു ഹൈ മാസ്കിംഗ് ഓട്ടിസം. പുള്ളിക്കാരിക്ക് ലേറ്റർ ഏജിൽ 40 years ഹൈ മാസ്കിംഗ് ഓട്ടിസം ഡയഗ്നോസ് ചെയ്തു. അതൊരു കണ്ടീഷനാണ്. ഹൈ മാസ്കിംഗ് ഓട്ടിസം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള അവസ്ഥകൾ അവർ സപ്രസ് ചെയ്ത് വെക്കും. അപ്പോൾ അവരിത് പേരൻസ് ആണെങ്കിലും കുട്ടികളെങ്കിലും സപ്രസ് ചെയ്തിരുന്നിട്ട് അവർക്ക് അതുമൂലം ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരതെല്ലാം മാനേജ് ചെയ്ത് പോകും. പക്ഷേ അവരുടെ ഡെയിലി ഫങ്ഷനെ വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അവർക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് തോന്നുന്നത് ഓക്കെ ഈ ഇങ്ങനെയുള്ള അപ്പോൾ അത് അഡൽട്ട് ഏജിൽ വരുമ്പം ചില ആളുകൾ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ജോസിനായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ പുള്ളിക്കാരി അത് പബ്ലിക്കായിട്ട് അതിൻ്റെ ടെക് ടോക്കിൽ പറഞ്ഞാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫഗത് ഫാസിൽ, അദ്ദേഹം പറഞ്ഞു ADHD ആണെന്ന് പറഞ്ഞു. അപ്പോൾ ADHD ഓട്ടിസം, അതായത് ചില കുട്ടികളിൽ ഓട്ടിസം വിത്ത് ADHD സിംറ്റംസ് ഉണ്ടാവും. പക്ഷേ ADHD സെപ്പറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ആണ്. അപ്പോൾ ADHD എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഉണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡറും ഉണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത് ഇവരിൽ ഇൻഅറ്റൻഷൻ, ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത ഒന്നാണ് ഇമ്പൾസിവിറ്റി. ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കുറവ്, അല്ലെങ്കിൽ എടുത്തു ചാടി സംസാരിക്കുക. ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ടീച്ചർ ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറയുക. അത് നമ്മുടെ അഡൽട്ടുണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസാണ് ഈ ADHD കാണുന്നത്. പിന്നെ ഒരു സ്ഥലത്ത് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, 10 സെക്കൻഡ് പോലും ഇരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. അപ്പോൾ ഇതാണ്. പക്ഷേ അവർക്ക് സംസാരിക്കാനോ മിങ്കിൾ ചെയ്യാനോ ഒന്നും പ്രോബ്ലം കാണത്തില്ല. അതാണ് ADHDയുടെ പ്രത്യേകത. പക്ഷേ ഇത് നമുക്കൊരു ദിവസം ഒരു കുട്ടിയെ പെട്ടെന്ന് കണ്ടപ്പോൾ അവൻ അടങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ അവൻ ADHD ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും ആ ഒരു സിംറ്റം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് അവനെ ADHD എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു 5 വയസ്സൊക്കെ ആകുമ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 വയസ്സിലൊന്നും നമുക്ക് ADHD ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ADHDയും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുമോ? അതായത് ADHDയുടെ ഒരു സിംറ്റമാണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഡൗൺ സിൻഡ്രോം വേറെ കണ്ടീഷനാണത്. അതിൽ അവർക്ക് നമുക്ക് ക്രോമസോം ചേഞ്ചസ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറ്റിക് കണ്ടീഷനാണ് 21 ക്രോമസോം. അപ്പോൾ അതിൽ അവർക്ക് ഫേസിൽ അവർക്ക് ചേഞ്ചസ് ഉണ്ടാവും. അവരുടെ മസിൽസൊക്കെ വീക്കായിരിക്കും. പിന്നെ അവരുടെ കൈയുടെ മസിൽസൊക്കെ ഭയങ്കര വീക്കായിരിക്കും. ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, നമുക്ക് വിസിബിളി കാണാൻ പറ്റും. പിന്നെ ചില ആളുകൾക്ക് അതിൽ അവർക്ക് ഹാർട്ടിൽ ഡിഫിക്കൽറ്റി ഉണ്ടാവും. അതായത് ഹാർട്ടിൽ ചില വാൽവിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അതൊക്കെ അങ്ങനെയാണ് ഇത് വരുന്നത്. പക്ഷേ അത് പിന്നെ അവർക്ക് വേറെ പ്രധാനമായിട്ടുള്ളത് അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള ചില കുട്ടികൾക്ക് ഉണ്ടാവും. അതാണ് ഡൗൺ സിൻഡ്രോമിലുള്ളൊരു പ്രത്യേകത. പക്ഷേ ഓട്ടിസം, ADHD, ഡൗൺ സിൻഡ്രോം 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഓട്ടിസം ഉള്ള ഒരാൾക്ക് ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ചില കുട്ടികളുണ്ടത് നിർബന്ധമില്ല. ആസ്പെർജേഴ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അപ്പോൾ അതിൽ ചില കുട്ടികൾക്ക് ഇങ്ങനെ മസിൽ വീക്ക്നെസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അതിപ്പോൾ അങ്ങനെ ഒരു ഡയഗ്നോസിസ് ചെയ്യുന്നില്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയുന്നത് ഇപ്പോൾ.